വഖഫ് ബോർഡിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷാ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്നും ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും അമിത് ഷാ ജാർഖണ്ഡിൽ പറഞ്ഞു. ഭൂമി കയ്യേറുകയാണ് വഖഫ് ബോർഡ് ചെയ്യുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കർണാടകയിൽ പാവപ്പെട്ടവരുടെ ഭൂമിയും ക്ഷേത്രഭൂമിയും ബോർഡ് കയ്യേറുന്നു എന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുമെന്ന് BJPക്ക് വോട്ട് ബാങ്കിനെ ഭയമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിന് അറുതി വരുത്തുമെന്നും ജാർഖണ്ഡിൽ അധികാരത്തിലിരുന്ന ഹേമന്ത് സോറൻ സർക്കാർ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. लाल जाजम बिछाकर बुलाते हैं. आपकी युवाओं रोजी रोटी नौकरी एक घुसपैठिए ले जा रहे हैं. हमारी आदिवासी बहनों से दूसरी तीसरी चौथी शादी कर उनकी जमीन कब्जाते हैं. രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് കൂട്ടിച്ചേർത്തു. मैं आपको बताने आया हूं, हमने तय किया है कि UCC तो जरूर आएगा, झारखंड में आएगा, आपकी घुसपैठ रोकने के लिए आएगा, मगर UCC में हमारे आदिवासी भाइयों बहनों को UCC से बाहर रखा जाएगा. उन पर कोई असर इसका नहीं पड़ेगा. വഖഫ്, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം, യൂണിഫോം സിവിൽ കോഡ് അങ്ങനെ BJPയുടെ രാഷ്ട്രീയ അജണ്ടയിൽ ഊന്നി തന്നെയാണ് ജാർഖണ്ഡിലെ പ്രചാരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.